കാസർഗോഡ് മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നതിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് മുസ്ലിം ലീഗിൽ കൂട്ടരാജി. മീഞ്ച പഞ്ചായത്ത് പ്രസിഡന്റ് പദവി സംബന്ധിച്ച ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫിന്റെ നേതൃത്വത്തിൽ അട്ടിമറിച്ചെന്നാരോപിച്ചാണ് രാജി. മീഞ്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പൊട്ടിത്തെറിയിലേക്കെത്തി മുസ്ലിം ലീഗ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൂട്ടരാജിയിലേക്കെത്തിയത്. 16ാം വാർഡായ കടമ്പാറിൽ നിന്ന് ജയിച്ച പി.എ. താജുദ്ദീനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7ാം വാർഡായ ചിരുകപ്പദവിൽ നിന്ന് ജയിച്ച ഷെരീഫ് ചിന്നല പ്രസിഡന്റാവുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ലീഗ് ജില്ലാ നേതൃത്വം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷെരീഫ് ചിന്നലയാണ് തീരുമാനിച്ചതെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇക്കാര്യം ഉറപ്പു നൽകിയിരുന്നുവെന്നും പ്രവർത്തകർ പറയുന്നു. എന്നാൽ അവസാന നിമിഷം മഞ്ചേശ്വരം എംഎൽഎ എ.കെ.എം. അഷ്റഫ് അടുപ്പക്കാരനായ താജുദ്ദീന് വേണ്ടി തീരുമാനം അട്ടിമറിക്കുകയായിരുന്നുവെന്നാണ് പ്രവർത്തകരുടെ പരാതി. ഗ്രാമപഞ്ചായത്തിലെ ചികിർപ്പാത വാർഡിൽ 7ാം വാർഡിൽ ഷെരീഫ് ചിന്നാല വളരെ കഷ്ടപ്പെട്ടാണ് വിജയിച്ചത്. നമുക്കറിയാം, ഇന്നലെ 3 മണി വരെ ഷെരീഫ് ഖാൻ്റെ പേരാണ് ഉണ്ടായത്. ജില്ലാ കമ്മിറ്റിയിൽ ഷെരീഫ് ഖാൻ്റെ പേരാണ് ഉണ്ടായത്. അപ്പോൾ വൈകുന്നേരം എം.എൽ.എ. ഇടപെട്ടിട്ട് ഈ പേരിനെ തീർത്തിട്ട് അവൻ്റെ സ്വന്തം നാട്ടുകാരനായ താജുദ്ദീനാണ് അവർ കൊടുത്തത് പ്രസിഡന്റ് സ്ഥാനം. നമുക്കറിയാം, ഈ ചികിർപ്പാതിനെ ഇത് എല്ലാ കാലത്തും അവഗണിച്ചതാണ്. ഷെരീഫ് ഖാനെ സംബന്ധിച്ചോളം ഷെരീഫ് ഖാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സ്കൂൾ കാലഘട്ടത്തിൽ പോകുമ്പോൾ തന്നെ പാർട്ടി പ്രവർത്തനം നടത്തുന്ന ഒരു പ്രവർത്തകനാണ്. പാർട്ടിയിൽ സമർത്ഥനായ ഒരു പ്രവർത്തകനാണ്. എല്ലാ വിദ്യാഭ്യാസവും യോഗ്യതയുള്ള ഒരാൾക്ക്, അർഹപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് എം.എൽ.എ. ഇതിന് ഇടപെട്ടത് കൊണ്ട് ഞങ്ങൾ കൂട്ടത്തോട് രാജിവെക്കുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 17 വാർഡിൽ മുസ്ലിം ലീഗിന് 6ഉം കോൺഗ്രസിന് 3 ഉൾപ്പെടെ യു.ഡി.എഫിന് 9 സീറ്റുകളാണുള്ളത്. ബി.ജെ.പിക്ക് 7 സീറ്റും എൽ.ഡി.എഫിന് 1 സീറ്റും ലഭിച്ചു. മുസ്ലിം ലീഗ് ഭാരവാഹികളും പ്രവർത്തകരും ഉൾപ്പെടെ 25ഓളം പേരാണ് മണ്ഡലം കമ്മിറ്റിക്ക് രാജി സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനം തിരുത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രവർത്തകർ രാജിവെക്കുമെന്നാണ് വിവരം. കൈരളി ന്യൂസ്, കാസർഗോഡ്.